മീഡിയാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കലാവിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കലാവിരുന്നിൻ്റെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്, നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഒരുപാട് കലാകാരന്മാർ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് കലാകാരന്മാരുണ്ട്. അതുപോലെ തന്നെ കലാകുടുംബമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കലാകുടുംബത്തെയാണ് നമ്മളിന്ന് കലാവിരുന്ന് എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം സംഗീതം, നൃത്തം, വാദ്യോപകരണങ്ങളുടെ ഉപയോഗം ഇതെല്ലാം ഒത്തുചേർന്ന ഒരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും. അപ്പം അത്തരത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ളൊരു കലാകുടുംബത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ അടിമാലി 200 ഏക്കർ സ്വദേശിയായ സന്തോഷ് സാർ ആൻഡ് ഫാമിലി, അവരെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം കലാവിരുന്നിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ കലകളും കൂടെ ഒത്തുകൂടിയ ഒരു കുടുംബത്തെയാണെന്ന് നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുന്നത് അതിഥികളായിട്ട്. അപ്പം സന്തോഷ് സാറിൻ്റെയും അതുപോലെ തന്നെ സന്തോഷ് സാറിൻ്റെ ഫാമിലി എല്ലാവരെയും നമുക്ക് ഒത്തു കിട്ടിയിട്ടുണ്ട്. അപ്പം സാർ, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കലകളും ഒരു കുടുംബത്തിൽ ഒത്തുവരുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു കാര്യമാണത്. അതൊരു വളരെ ഭാഗ്യം ചെയ്ത ഒരു കാര്യമാണ്. ഒരു സംഗീതം, നൃത്തം, അല്ലെങ്കിൽ ഇങ്ങനെ വാദ്യോപകരണങ്ങളുടെ ഉപയോഗം, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ കലാവിരുന്നിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം സാറ്, പിന്നെ സാറിൻ്റെ ഭാര്യ രശ്മി രവീന്ദ്രൻ, അതുപോലെ തന്നെ മക്കള് ജയന്തശ്രീ, അതുപോലെ നവരോജ്. അപ്പം സാറ്, എനിക്ക് തോന്നുന്നു സാറ് കൈവയ്ക്കാത്ത ഒരു കലാ മേഖലയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഗീതം, അതുപോലെ തന്നെ ഗിറ്റാറ്, വയലിൻ, പുല്ലാങ്കുഴൽ, ചിത്ര കല, അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ട്. എങ്ങനെയാണ് ഈ കലാകുടുംബത്തിലേക്ക്, ഒരു കലാ കുടുംബത്തിൽ ഒരു അംഗമാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കലാമേഖലയിലേക്ക് കടന്നു വന്നത്? ഞാൻ കുട്ടിക്കാലം തൊട്ടേ സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ സംഗീതജ്ഞനായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ സംഗീതം പഠിക്കുന്നത്. തുടർന്ന് ഞാൻ വയലിൻ വേറെ പഠിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ സംഗീതവും പുല്ലാങ്കുഴലും പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ കേരളത്തിലുള്ള ഒത്തിരി എനിക്ക് ഗുരുക്കന്മാരുണ്ട്. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചപ്പോഴും എൻ്റെ വൈഫായാലും എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ കൂട്ടുകാർ, നാട്ടുകാർ, അധ്യാപകർ ഒക്കെ എനിക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും എനിക്ക് പ്രൈസസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. ITI പഠിച്ചപ്പം അവിടുത്തെ ITI വിന്നറായിരുന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പം ചെറുപ്പം തൊട്ട് ഇങ്ങനൊരു എല്ലാവിധ കലകളോടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ കുടുംബ പാരമ്പര്യമായിട്ട് നമുക്കൊരു കലയോടൊരു ഇത് കിട്ടി. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടും ഒരു കലയോടുള്ളൊരു അധിനിവേശം കാരണമാണ് ഇങ്ങനെ എല്ലാത്തിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും. അപ്പം വീട്ടിൽ അച്ഛനാണോ സംഗീതജ്ഞൻ? അച്ഛനാണ് എന്നെ സംഗീതം പഠിപ്പിച്ചത്. ചേട്ടനൊക്കെ ഈ ഫീൽഡിൽ തന്നെയാണ്, സംഗീതത്തിൽ തന്നെയാണ്. ഫാമിലിയായിട്ടാണ് അതാണ് എനിക്കൊരു പ്രേരണ ലഭിച്ചത്. തുടർന്ന് ഞാൻ പല ആൾക്കാരുടെ അടുത്ത് സംഗീതം പഠിച്ചു. പുല്ലാങ്കുഴൽ പഠിച്ചു, വയലിൻ പഠിച്ചു. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ ഒരു 8 വർഷം ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ 8 വർഷം ഉണ്ടായിരുന്നപ്പോൾ ഞാനിങ്ങനെ പുല്ലാങ്കുഴലിൽ ഒരു മിസ്റ്റർ രാജ് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് പഠിച്ചു. പിന്നെ ഒരു ശ്രീമതി ജയറാം എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് വോക്കൽ പഠിച്ചു. അങ്ങനെ ഞാൻ അവിടെ എനിക്ക് കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഇവിടെയും ഡിസൈപ്പിൾസ് ഉണ്ട്. തുടർന്ന് ഞാൻ പല കച്ചേരികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പം സാർ ഇങ്ങനെ ഇപ്പം ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫുള്ളായിട്ട് ഏർപ്പെടുവാണോ, അതോ മറ്റ് ജോലികൾ ചെയ്യുന്നുണ്ടോ, അതോടൊപ്പം തന്നെ ഇതും കൊണ്ടുപോകുന്നു? അതെങ്ങനെയാണ് അത് നമ്മുടെ ഒരു താല്പര്യമാണ്. നമ്മൾ വേറെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൈവറ്റായിട്ട് അക്കൗണ്ടൻ്റാണ്. ആ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോഴും എറണാകുളത്തായിരുന്നപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ കലയും ചെയ്തു പോകുന്നു. അതും ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു തുടർച്ചയായിട്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നത്തെ കാലത്ത് എനിക്ക് ഒരു വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം, തുടർച്ചയായിട്ട് ഞാൻ സംഗീതം വിടാതെ ജോലി ചെയ്തെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ സംഗീതവും അല്ലെങ്കിൽ അതിൻ്റെ പുല്ലാങ്കുഴൽ, വയലിനൊക്കെ ഞാൻ എൻ്റെ കൂടെ തന്നെ അഭ്യസിച്ചുകൊണ്ടിരുന്നു. അതെ, തീർച്ചയായും. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് തിരക്കേറി പോകുന്ന കാലഘട്ടമാണ്. എല്ലാവരും തന്നെ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ തന്നെ അതിനുള്ള സമയം കിട്ടാറില്ല. അപ്പം ജോലിക്കൊപ്പം തന്നെ ഇതും കൂടെ എല്ലാ കലയും ഒപ്പം കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഇതിനുള്ള സമയമൊക്കെ എങ്ങനെ കണ്ടെത്തുന്നു സാർ? ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പ്രധാനമായിട്ടും പുല്ലാങ്കുഴൽ, വയലിൻ ആണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഏപ്രിൽ മാസം തൊട്ട് ഞാൻ കീബോർഡും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കീബോർഡും ഗിറ്റാറും നേരത്തെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ നാളായിട്ട് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് വാങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസിലാണ്. അപ്പോൾ ഞാൻ ഏപ്രിൽ തൊട്ട് അതും പഠിപ്പിക്കും. പിന്നെ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്.
ഞാൻ ലളിതഗാനം പഠിപ്പിക്കുന്നുണ്ട്, ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഞാൻ ഓൾറെഡി ചോദിച്ചു, ഈ കലയും ഈ ജോലിയും എങ്ങനെയാണ് നമ്മൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാണോ അതോ പോയി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സമയത്തിൻ്റെ ഒരു ലഭ്യത കുറവില്ല, അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? കുറവുണ്ട്, പക്ഷേ ദറ്റ് ഇസ് വാട്ട്. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നാലും എനിക്ക് എൻ്റെ കലയിൽ ഏർപ്പെടാനും ഒക്കെ എൻ്റെ ഭാര്യ വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പിന്നെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു സ്വന്തം സ്ഥാപനം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കാര്യത്തിന് വേണ്ടിയിട്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു പാട്ടിൻ്റെ ഒരു 2 ലൈൻ പാടാൻ സാധിക്കുമോ ഇപ്പോൾ? പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുതൂമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. എല്ലാ കലകളും ഒരുമിച്ച് കിട്ടുക എന്നുള്ളൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. അപ്പം അടുത്തത് സാറിൻ്റെ ഭാര്യ രശ്മി രവീന്ദ്രൻ ആണ്. ചേച്ചി, എനിക്ക് ചേച്ചിനെ ഓർത്താൽ വളരെ അഭിമാനമുണ്ട്. അതിനെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മുടെ ഒരു കുടുംബത്തിൻ്റെതായ പ്രാരാബ്ദങ്ങൾ, അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നു, മക്കളുടെ കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ നൃത്തം എന്ന കലയെ അപ്പം അതിനെ ഒരുപാട് സ്നേഹിക്കുന്നു, അത് പാഷനായിട്ട് കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് എത്രയൊക്കെ തിരക്കുകളാണെങ്കിലും കുടുംബത്തിൻ്റെ ആ ചുമതലകൾക്കിടയിലും അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ശരിക്കും നൃത്തം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പണ്ട് പഠിക്കുന്ന രീതിയിൽ പല അധ്യാപകരുടെ കീഴിൽ നിന്ന് നമ്മുടെ ചെറുപ്പകാലത്ത് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ശിക്ഷണം. അപ്പോൾ ഒരാളുടെ അടുത്ത് പഠിക്കുന്നു, വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അടുത്ത ആളുടെ അടുത്ത് പോകുന്നു. അവിടെ കുറച്ച് സ്പോർട്സ് ക്ലബ്ബുകൾ, അവരുടെ കീഴിൽ കുറച്ച് പ്രോഗ്രാംസ്, പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ കുറച്ച് കോമ്പറ്റീഷൻസ്, അതിനകത്ത് പ്രൈസ്, അതൊക്കെയായിരുന്നു അന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ വിവാഹം കഴിയുമ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ നമുക്ക് തുടർന്ന് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. പക്ഷേ അതിനോടുള്ള ഇഷ്ടം മനസ്സിലുണ്ട്. മോളുണ്ടായതിന് ശേഷം മോളെ ഡാൻസ് സ്കൂളിൽ ചേർക്കുന്നു. ഡാൻസ് സ്കൂളിൽ ചേർക്കുമ്പോൾ മോൾക്ക് വലിയ താല്പര്യമൊന്നും അന്ന് കാണുന്നില്ല. അപ്പം മോൾക്ക് സപ്പോർട്ടായിട്ട് വീണ്ടും പോകുന്നു. അങ്ങനെയാണ് രണ്ടാം വരവെന്ന് പറയുന്നത്. അപ്പം ചെറുപ്പം മുതലേ നമ്മൾ ഈ കലോത്സവ വേദികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്? ആക്റ്റീവായിരുന്നില്ല. പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലെ ഒരു രീതി അങ്ങനെയായിരുന്നു. മറിച്ച് പല സ്ഥലങ്ങളിലുള്ള ക്ലബ്ബുകളായിട്ടുള്ള കോമ്പറ്റീഷൻസ്, അതുപോലെ തന്നെ സ്കൂൾ ലെവലിലുള്ള കോമ്പറ്റീഷൻസ്, അതിനൊക്കെ പങ്കെടുക്കും. അത് ഈ അന്ന് സപ്പോർട്ടെന്ന് പറയുന്നത് ഒരു പരിധി വരെ പേരൻസിന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഫീൽഡെന്ന് പറയുന്നത് ഒരുപാട് കാശ് ആവശ്യപ്പെടുന്ന ഒരു അതെ. പക്ഷെ നമ്മൾ കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റീസിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എഴുതാനും വായിക്കാനൊക്കെ ഒരുപാട് സമയം കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതും സന്തോഷമായിട്ട് തന്നെ കണ്ടു. പിന്നെ മോള് സ്കൂളിൽ പോയി മോളുടെ ആ ഒരു കോമ്പറ്റീഷന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നപ്പോഴാണ് വീണ്ടും നമ്മൾ അതിനു വേണ്ടി ഇറങ്ങുന്നത്. ഇപ്പോഴും അവരുടെ കൂടെ ഒരു റീൽസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്നുള്ളതാണ് അതിനകത്ത്. അതെ, ഞാൻ കണ്ടു, മകളും അമ്മയും തമ്മിലുള്ള റീൽസ് കണ്ടു. വളരെയധികം സന്തോഷം തോന്നി. ഇതിൻ്റെ അകത്ത് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല അത് അമ്മയാണോ മകളാണോ എന്ന് പല പ്രേക്ഷകർക്കും തോന്നിപ്പോകാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ അത് അപ്ലോഡ് ചെയ്തു. ഒരുപാട് പ്രേക്ഷകരത് സ്വീകരിച്ചതാണ് കൈനീട്ടി. അപ്പം എങ്ങനെയാണ് ഈ റീൽസ് ഇത്രയും കാലഘട്ടത്തിലൊരു ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സ്വന്തം പാഷൻ അല്ലെങ്കിൽ നൃത്തത്തെ കൂട്ടുപിടിക്കാം എന്നുള്ളത് എപ്പോഴാണ്? ഈ കോവിഡ് സമയത്താണോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഈ റീൽസിലേക്ക്? ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അതുള്ളത് സത്യമാണ്. നമ്മളൊരു ആയിരുന്നു അവിടെ അക്കൗണ്ട്സിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അറിയാമല്ലോ, ഒരു 7 days വർക്കിംഗ് എന്ന് പറഞ്ഞൊരു ഒരു ഡേ ആണ് വേണമെങ്കിൽ ഓഫ് കിട്ടുന്നു എന്ന് പറയാനുള്ളൂ. അപ്പോൾ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളുടെ കാര്യം നോക്കണം, പഠിപ്പിക്കണം, വീട്ടിലെ ജോലിയുണ്ട്. ആ ഒരു ക്ലോക്ക് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു അലാം വെച്ചിട്ട് കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് ഞാൻ വീണ്ടും അടവുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്നും അങ്ങനെ വീണ്ടും ഒന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വെറുതെ ചെയ്തു. പിന്നെ മോളുടെ കൂടെ ഓരോ റീൽസൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, പ്രേക്ഷകരുടെ സപ്പോർട്ട്, നമുക്കറിയാവുന്നവരുടെ സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ സന്തോഷം. എന്നാൽ പിന്നെ കൂടുതൽ ചെയ്യാമെന്ന് തോന്നുമല്ലോ. അങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത്. ഉണ്ട്. നമ്മളൊരു സാരംഗ് സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അവിടെ
ഫ്ലൂട്ട്, വയലിൻ, മ്യൂസിക്, സ്പോക്കൺ ഇംഗ്ലീഷ്, ഡ്രോയിങ്, അതുപോലെ ഇപ്പോൾ ഗിറ്റാറും കീബോർഡും കൂടെ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസിക്കൽ ഡാൻസും സിനിമാറ്റിക് ഡാൻസും അതിൻ്റെ കൂടെയുണ്ട്. കുട്ടികളും അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. മക്കളും അവിടെ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സംരംഭം തുടങ്ങാം, അതോടൊപ്പം തന്നെ അവനവൻ്റെ കലയെയും കൂടെ ഉണർത്തിയെടുക്കുക എന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ സന്തോഷം, അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും സന്തോഷം. അങ്ങനെയാണ് ഈ റീൽസിലേക്ക് വന്നതല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആദ്യം തന്നെ? സാധാരണ അമ്മമാർക്ക് ചെറിയൊരു മടിയായിരിക്കുമല്ലോ. സാധാരണ കുട്ടികളാണ് വന്നിട്ട് നമുക്കിത് ചെയ്യാം. ഇവിടെ എങ്ങനെയായിരുന്നു? മകള് വന്ന് പറയായിരുന്നു, അമ്മ വന്ന് പറയരുത്. സാധാരണ രീതിയിൽ അമ്മമാരെ, മടി പിടിച്ചിരിക്കുന്ന അമ്മമാരെ മക്കൾ വന്ന് ഉണർത്തായിരുന്നു. മക്കളുടെ ഒരു റീൽസിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അവർ വെസ്റ്റേൺ ഡാൻസിൻ്റെ പുറകെയാണ്. കൊറിയൻ ഡാൻസ്, അങ്ങനെ ഒരു പല ഫോം ഓഫ് ഡാൻസാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ തന്നെ പറയുമായിരുന്നു, നമുക്കൊരു റീൽ എടുക്കാം വാ എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആ ഒരു കുറേ വർഷങ്ങളോളം ബ്രേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി അത്ര വഴങ്ങണം എന്നില്ല. അപ്പോൾ വീണ്ടും ശ്രമിച്ചു, വീണ്ടും ചെയ്തു. അതെ. ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെ. അത് ഞാൻ കണ്ടു. വളരെ എനർജറ്റിക് ആയിട്ട് നല്ല. എങ്ങനെയാണ് ഈ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നത്? കുട്ടിക്കാണെങ്കിലും പഠിക്കാനുള്ള ഒരു ടൈം? റീൽസിന് പോയി ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസിന് അത് അത്രയും ടൈം എടുക്കേണ്ടി വരുന്നില്ല. ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇപ്പം മോനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ആ ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ അടവുകളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അത് ബോഡിക്കൊരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അന്ന് ചെയ്തത്. അപ്പോൾ അത് ഗുണകരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഈ ഇങ്ങനെയൊരു കല ഒരുപാട് ഗ്യാപ്പിന് ശേഷം വീണ്ടും തുടങ്ങുമ്പം പഴയ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അതുപോലെ റിലേറ്റീവ്സ് ഒക്കെ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ്. ഒരാൾ പോലും ഒരെണ്ണം മോശമായെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാം അങ്ങനെ പറയുകയല്ലാതെ, മറിച്ച് ഇനി എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നൊരു ചോദ്യമൊന്നും ആരുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. നന്നായിട്ട് തന്നെ അതെ. ഇനി അടുത്ത റീൽ എപ്പോഴാണ് ഇടുന്നതെന്നൊക്കെ ഉള്ള രീതിയിലാണ് ചോദിക്കുക. അത് ഭയങ്കര സന്തോഷമാണ് നമുക്കത് കാണുമ്പോൾ. ഞാനിങ്ങനെ ഒരു അഭിനേത്രിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിങ്ങനെ കണ്ട ഒരു ഇതാണ്. അവരതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പഠിപ്പിച്ചു, ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് വീട്ടമ്മ മക്കളെ പഠിപ്പിച്ചു, അവരെ വലുതാക്കി, അവർക്ക് ജോലിയായി കാര്യങ്ങളായി, ഹസ്ബൻഡ് ആണെങ്കിലും അവർ അവരുടേതായ ജോലി കാര്യങ്ങളായി കുറേ കാലം കഴിയുമ്പോൾ വീട്ടമ്മ വിചാരിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ എനിക്കന്നത് സാധിക്കാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഈ തിരക്കുകളുടെ ഇടയ്ക്ക് മക്കളെ വളർത്താൻ പോയി, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കി, അങ്ങനെ എനിക്ക് എൻ്റെ ഒരു പാഷൻ്റെ പുറകെ പോകാൻ സാധിച്ചില്ലല്ലോ എന്ന് ഒരു വീട്ടമ്മ പറയുകയാണെങ്കിൽ അവരെന്ത് മറുപടി അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ചെയ്യേണ്ടെന്ന്, എന്തുകൊണ്ട് ചെയ്തില്ല? അവരത്രയും ചോദിക്കും, എന്തുകൊണ്ട് ചെയ്തില്ല? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ചെയ്യേണ്ടെന്ന്. ഹസ്ബൻഡാണെങ്കിലും പറയും, എന്തുകൊണ്ട് ചെയ്തില്ല? അത് അപ്പം ഓരോ വീട്ടമ്മയാണ് തീരുമാനിക്കേണ്ടത്. വീട്ടമ്മ എന്നല്ല, നമുക്ക് എന്താണ് കഴിവുകളുള്ളതെന്ന് നമ്മൾ കണ്ടെത്തി നമുക്കതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തണം. അല്ലാതെ നമുക്ക് മറ്റുള്ളവർക്കാർക്കും അതിന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു അഭിനേത്രി പറഞ്ഞതിൽ വളരെ ഒരു കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. കാരണം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കഴിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാഷനോ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തണം. പിന്നീട് നമുക്കതിന് സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പം രശ്മി ചേച്ചി ശരിക്കും ഒരു അതിൻ്റെ ആപ്റ്റായിട്ടുള്ള ഒരു ആൻസറാണ്. കാരണം ഇപ്പം ഈ തിരക്കുകൾക്കിടയിലും ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടല്ലോ. പിന്നീട് നമുക്ക് ഓർക്കുമ്പോൾ ഒരു നഷ്ടബോധം തോന്നില്ല ഇങ്ങനെയൊരു കാര്യത്തിൽ. പിന്നെ കലയുടെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മളും പതിയെ അങ്ങനെ ആയി പോകും, നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും. അതെ. മറ്റൊരു ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള കലകൾ ചെയ്യുന്നവർ ഉണ്ടാവും. പക്ഷെ എല്ലാ കലയും കൂടെ ഒരു കുടുംബത്തിലാകുമ്പോൾ നമുക്ക് ഓൾറെഡി ആ ഒരു സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളതും അതിനൊരു കാരണമാണ്. അതെ. ശരിയാ. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റേജോ അല്ലെങ്കിൽ ഒരു വേദി കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള കഴിവുകൾ സോഷ്യൽ മീഡിയ വഴിയും അതെ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും നമുക്ക് നമ്മുടെ ഒരു സ്പേസ് കിട്ടുവാണ്. അതെ. അത് പറഞ്ഞപ്പോഴാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? മോൻ ഒരു കോവിഡിൻ്റെ ടൈമിലാണ് മോൻ തനിയെ ഡാൻസ് ചെയ്ത് തുടങ്ങി. നമ്മളാരും ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവൻ തന്നെ ഒരു വീഡിയോ എടുത്ത് വെച്ച് തനിയെ അല്ലു അർജുൻ ഫാനായിരുന്നു. അപ്പോൾ അല്ലു അർജുൻ്റെ വീഡിയോസ് മാത്രം എടുത്തിട്ട് തനിയെ ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ ഓരോ ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷനും ആ ഒരു സ്റ്റേജിലെ വളർച്ചയിൽ അവൻ ഓരോ സ്റ്റെപ്പും പഠിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തനിയാണ് അവൾ കണ്ടെത്തിയത്. ആരും പറഞ്ഞിട്ടില്ല, പഠിപ്പിക്കാനും വിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് സ്ഥാപനമില്ല, പുറത്ത് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കോവിഡ് ടൈമിലില്ല. അപ്പോൾ അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ എടുക്കുന്ന വീഡിയോസ് സൂക്ഷിക്കാനൊരു മാർഗം കണ്ടില്ല. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പോൾ നമ്മൾ ആ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവേ ആയിരുന്നില്ല,
ജോലിയുടെ സമയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം തുടങ്ങി, മോൻ്റെ വീഡിയോസ് ഒന്ന് ഇട്ട് തുടങ്ങി. അപ്പോഴും നമ്മൾ അതിന് വ്യൂസ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ഇതെങ്ങനെ റീച്ച് ആവുന്നുണ്ടോ അതിനെക്കുറിച്ചൊന്നും വറീഡല്ല. അപ്പോൾ കുറച്ച് വീഡിയോസായി. അപ്പോൾ അവൻ കുറച്ച് കൂടുതൽ ചെയ്തു തുടങ്ങി. അവൻ തന്നെ അവനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ ഇത് ഈ വീഡിയോസ് ഒന്ന് സേവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ട് മാത്രമാണ് ചാനലിനെ കണ്ടത്. ഇപ്പോൾ പക്ഷേ അത് കുറച്ച് വ്യൂസൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ മോളും കൂടെ ആ കൂടെ കൂടുന്നു. ആ കൂടെ നമ്മുടെ കുറച്ച് വീഡിയോസും കൂടെ വരുന്നു. ഇനി മോളുടെ കാര്യത്തിലേക്ക് കിടക്കുമ്പം എനിക്ക് തോന്നുന്നു ജയന്തശ്രീ ഇപ്പം ബികോം കഴിഞ്ഞ് അല്ലേ, ഇപ്പം എന്താണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എക്സാംസിന് ട്രൈ ചെയ്യുന്നു, പിന്നെ LLBയുടെ എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളിലൊക്കെ ഒരിടയ്ക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, ബികോം കോർപ്പറേഷനിൽ 3rd റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജയന്തശ്രീനെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കുട്ടിയാണ്. ഈ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഉള്ള ഒരു എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? പഠനത്തോടൊപ്പം തന്നെ ഈ ഒരു കലയെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ തൊട്ട് ഡാൻസിങ് ഇഷ്ടമായിരുന്നോ അതോ പേരൻസിന്റെ നിർബന്ധം കൊണ്ട് ഡാൻസ് പഠിക്കാൻ പോയി? അന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. അതെപ്പോൾ തൊട്ടാണ് ഈ പഠന ഇത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വന്നപ്പം ചുമ്മാ ട്രൈ ചെയ്യുന്നു? 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഈ മാർഗം കളിക്ക് പോയിട്ടുണ്ടായിരുന്നു CBSE സ്കൂളിൽ നിന്ന്. അപ്പോൾ അങ്ങനെ പ്രൈസ് കിട്ടി. അങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഈ അമ്മ പറഞ്ഞു നമ്മുടെ യൂട്യൂബൊക്കെ തുടങ്ങാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആ സമയത്താണോ ഈ റീൽസിൻ്റെ ഒക്കെ ഒരു അതെങ്ങനെയാണ് ചെയ്യുന്നത്? റീൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആദ്യം ഇവനെ എന്നെ ഒപ്പോളെ ഇതിൽ ഈ ഡാൻസിൻ്റെ കൂട് എന്നൊക്കെ പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അപ്പോൾ ശരിക്കും അങ്ങനെയാണ്. പിന്നെ പതുക്കെ ഞാൻ ചെയ്തപ്പോൾ ഓക്കെ കോൺഫിഡൻസ് ആയി. പിന്നെ അപ്പം ശരിക്കും അതിൻ്റെ ഒരു ഉറവിടം അവിടെ നിന്നാണ്. നവരോജിൻ്റെ അടുത്തുനിന്ന് കൊടുത്തേ. നവരോജ് എങ്ങനെയാണ് ഈ ആരും എൻ്റെ കഴിവ് കണ്ടെത്തിയില്ല അപ്പം ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചോ? പണ്ട് ഞാൻ അല്ലു അർജുൻ്റെ ഓരോരോ കാര്യം കാണുമ്പം എനിക്ക് ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്താലോ. അതും ഞാൻ അല്ലു അർജുനെ ഭയങ്കരമായിട്ട് ആരാധിച്ചായിരുന്നു. ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അല്ലു അർജുൻ്റെ എല്ലാ ഡാൻസും 2-3 പ്രാവശ്യം യൂട്യൂബിൽ പോയിട്ട് ഓളില്ല സ്പീഡ് കുറച്ച് ഈ പഠിക്കേണ്ട സമയത്തൊക്കെ പോയിരുന്ന് ഒളിച്ചിരുമ്പത്തൊക്കെ ഇരുന്ന് കണ്ടു പഠിക്കുമായിരുന്നോ? അങ്ങനെ പഠിക്കേണ്ട ടൈമിൽ നമ്മൾ പഠിക്കും അല്ലേ? അപ്പം അങ്ങനെ സ്പീഡൊക്കെ കുറച്ചാണ് പഠിച്ചത്. പിന്നെ കുറച്ച് നാളായപ്പോഴത്തേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും എന്നെ അവിടെ ചേർത്തു. പിന്നെ പതുക്കെ പഠിച്ച് ശരിയായി. ഡാൻസിങ്ങിനോടൊരു എങ്ങനെയാണ്? സിനിമാറ്റിക് ഡാൻസ് ആണോ ക്ലാസിക്കൽ ആണോ ഇഷ്ടം? എങ്ങനത്തെ അതാണ് ഇഷ്ടം? ക്ലാസിക്കൽ ട്രൈ ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് എന്നോട് പറഞ്ഞത് ഞാൻ ചേരട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ ഒരു സ്റ്റൈല് പക്ക ബ്രേക്ക് ആയതുകൊണ്ട് മകനെ ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റ്? സിനിമാറ്റിക് ആണ് ഇൻട്രസ്റ്റ്. ഇടയ്ക്ക് എന്നോട് ക്ലാസിക്കലിന് ചേരുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പക്ക ബ്രേക്ക് സ്റ്റൈലാണ്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഇനി അവനൊരു സ്റ്റൈല് മാറിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ സിനിമാറ്റിക് തന്നെ പോട്ടെ, പിന്നീട് കുറച്ച് നാളത് ക്ലിയർ ആയി കഴിയുമ്പം ക്ലാസിക്കലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. സ്കൂളിൽ ചെറിയ മറ്റേ ആനുവൽ ഡേ കലോത്സവമൊക്കെ വരുമ്പം ഫോക്ക് ഡാൻസിന് ഒരു വർഷം ചേർന്നു. അത് യൂട്യൂബിൽ നിന്ന് ചുമ്മാ നോക്കി കളിച്ച് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു മറ്റേ സ്കൂൾ കലോത്സവത്തിന്. പിന്നെ എനിക്ക് സിനിമാറ്റിക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഞാനും കണ്ടിട്ടുണ്ട്. കൊച്ചു നന്നായിട്ട് സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചീനെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്കൊന്ന് ഇൻട്രസ്റ്റ്? ആരും കൂട്ടില്ലാണ്ട് വന്നപ്പം കൂട്ടിയേക്കാന്ന് വിചാരിച്ചിട്ടാണോ റീൽസ്? ചേച്ചിയാണ് എല്ലാം. എനിക്ക് റീലെല്ലാം വീഡിയോ ഒക്കെ എടുത്തെന്ന് ചേച്ചിയാണ്. എടുത്തിരുന്നും ചേച്ചി തന്നെയാണ്. അപ്പം ഒരു ദിവസം ചേച്ചി ഒരു വീഡിയോ എടുത്തു തന്നു. ഞാൻ നോക്കുമ്പം അവിടെ 2 പേര് കളിക്കുന്നുണ്ട്. 2 പേരുടെ ഒരു ഡ്യുവറ്റ് പ്രോഗ്രാം അത്. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇതിൽ വാ ഇത് കളിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും അന്നേരം ഒപ്പോൾ പറഞ്ഞു ശരി ഞാൻ കളിക്കാം. അപ്പം ഞങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ എടുത്തു. അങ്ങനെ പിന്നെ എടുത്തപ്പോഴത്തേക്കും ഒപ്പോഴൊക്കെ അത് ഇൻട്രസ്റ്റ് ആയി, കോൺഫിഡൻസ് ആയപ്പം പിന്നെ ഒപ്പോൾ കുറേ എടുത്തു. ഞങ്ങൾ പിന്നെ കുറച്ചിരുന്നു. ഇനി ജയന്തശ്രീ സംസാരിച്ച് കൊച്ചിന് വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇത് എടുത്തു കൊടുത്തപ്പോഴുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണോ ഇങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ചത്? 2 പേരും കൂടെ ഒന്നിച്ച് ചെയ്തേക്കാന്ന് വിചാരിച്ചേ? ഡാൻസ് ഇട്ടണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ആദ്യത്തെ 2 നന്നായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയല്ലോ. അപ്പോൾ ഇവൻ്റെ കൂടെ പിന്നെ ഓരോന്ന് ചെയ്തു. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ഇട്ട് നോക്കി. അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയി.
ഇപ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ടീച്ചേഴ്സ്? ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാം നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും സപ്പോർട്ടാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡാൻസ് ഒക്കെ ആദ്യമൊക്കെ ജയന്തശ്രീ ഇത് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ സ്കൂളിലൊക്കെ സൈലൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും സിനിമാറ്റിക്കായിട്ടേ അവരെ ക്ലാസിക്കലൊക്കെ ആയിരിക്കും ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. പിന്നീട് എല്ലാവരും വളരെ സപ്പോർട്ടാണ്. ശരിക്കും നമ്മുടെ അടിമാലിയിൽ എത്ര നാളായി? ഇവിടെ നിന്ന് തന്നെ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ? അല്ല, എൻ്റെ വീട് രാജകുമാരിയിലാണ്, ഇടുക്കിയിൽ തന്നെ രാജകുമാരി. അപ്പോൾ വിവാഹം കഴിഞ്ഞ് പോകുന്നത് അടൂർ പത്തനംതിട്ടയാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് നേരെ പോകുന്നത് ബാംഗ്ലൂർക്കാണ്. വീട് പത്തനംതിട്ടയിലായിരുന്നു. പത്തനംതിട്ടയിലായിരുന്നു. ബാംഗ്ലൂരിൽ മോളുണ്ടാകുന്ന സമയത്ത് എറണാകുളത്തേക്ക് പോന്നു. ഒരു 7 വർഷം അവിടെ ആയിരുന്നു. പിന്നീടാണ് പ്രോസസ്സർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് ആവുമെന്ന് ഉറപ്പായതിന് ശേഷമാണ് അടിമാലിക്ക് വരുന്നത്. അടിമാലി കോർട്ടിലായിരിക്കുന്ന ഒരു സാധ്യത കണ്ടതിന് ശേഷമാണ് അടിമാലിക്ക് വരുന്നത്. ഇപ്പോൾ ഒരു 13 വർഷമായിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ഇപ്പം സാറ് പത്തനംതിട്ടയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ അവിടെ നിന്നുള്ള ഒരു കലയുടെ ആ ഒരു ഇതിലേക്ക് ഇങ്ങോട്ടേക്കുള്ളൊരു പറിച്ചു നടൽ എങ്ങനെയായിരുന്നു? കാരണം അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതകൾ, വേദികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഇങ്ങോട്ടുള്ള ഒരു പറിച്ചു നടൽ എങ്ങനെയായിരുന്നു പത്തനംതിട്ട ആ ഭാഗത്തുനിന്നുള്ള ഇങ്ങോട്ട്? ഞങ്ങൾക്ക് അവിടെ ഈ പറയുന്ന പോലെ നിറയെ കലാകാരന്മാരുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. ഒപ്പം തന്നെ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ നാച്ചുറലി ഞാനിവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോവുക ചെയ്തു. അവിടെ ആയിരുന്നു 8-10 വർഷം ഉണ്ടായിരുന്നു. തുടർന്ന് എറണാകുളം. അപ്പോൾ അവിടെയൊക്കെ ചെന്നപ്പോഴും ഞാൻ സംഗീതം പഠിച്ചുകൊണ്ടേയിരുന്നു, ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ. അങ്ങനെയാണ്. അപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. അതിന് കുറച്ച് എക്സ്പീരിയൻസസ് ഇവിടെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അടൂരേക്ക് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിറയെ കലാകാരന്മാരുണ്ട്. ഇപ്പോഴായാലും എനിക്ക് എൻ്റെ ചേട്ടൻ ഉൾപ്പെടെ കലാകാരനാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോകത്തെന്ത് നടക്കുന്നത്, ഇപ്പം എറണാകുളത്തെ പ്രോഗ്രാംസ്, തിരുവനന്തപുരത്തെ പ്രോഗ്രാം, ബാംഗ്ലൂരിലെ പ്രോഗ്രാംസ്, അപ്പോൾ എന്തിനാണ് ഒരു സാധ്യതയുള്ളത്. നമ്മളിങ്ങനെ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേഷൻ ആവശ്യം. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. അപ്പോൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിലോ ഒക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്നതിലുപരി വേറെ വേദികൾ അല്ലെങ്കിൽ സീസണൽ ആയിട്ടുള്ള വേദികൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടോ? ഇപ്പോൾ കുടുംബസമേതം അങ്ങനെ കിട്ടുമെങ്കിൽ അങ്ങനെ? കുടുംബസമേതം പോകാറില്ല, ഞാനായിട്ട് പോകാറുണ്ട്. ഇൻഡിവിജ്വൽ ഐറ്റത്തിന് പോകാറുണ്ട്. ഞാൻ ഫ്ലൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫങ്ഷൻസിന് പോകാറുണ്ട്. അല്ലാതെ മറ്റുള്ള കച്ചേരികൾക്കുള്ള സാധ്യത നമ്മുടെ നാട്ടിൽ കുറവാണ്. ഞാൻ അല്ലാണ്ട് ചോദിച്ചത് ഈ ഇപ്പം മൂന്നാർ പോലുള്ള വിനോദസഞ്ചാര സാധ്യതകൾ ഇഷ്ടംപോലെ വളരുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസോർട്ടുകളിലുള്ള അങ്ങനെ പ്രോഗ്രാം അങ്ങനെ ചെയ്യാറുണ്ട്. അതെനിക്ക് സീസണലായിട്ട് എല്ലാ വർഷം തന്നെ പല റിസോർട്ട്സിലും ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് കൂടുതലും ഫ്ലൂട്ടും വയലിനുമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ അക്കമൻഡ് ചെയ്യാനും ആൾക്കാരുണ്ട്. അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ ഒരു സമ്പൂർണ്ണ കലാകുടുംബമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മറ്റൊരു പ്രോഗ്രാം എന്താണ് ഒരു പുല്ലാങ്കുഴൽ വായിക്കാൻ സാധിക്കുമോ?
നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവരുടെ കുട്ടികളുടെ പേര് പറഞ്ഞപ്പം ജയന്തശ്രീ, നവരോജ്, അപ്പം ആ പേരുകളിലൊരു കൗതുകം തോന്നി. അപ്പോൾ എന്താണ് ആ പേരുകൾ ഇടാനുള്ള ഒരു കാരണം? എനിക്ക് ഈ സംഗീതത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേര് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ജയന്ത് ശ്രീ എന്നാണ് മോളുടെ പേര്. അപ്പോൾ അതിന് അർത്ഥമില്ല, അതൊരു രാഗത്തിൻ്റെ പേരാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മറുകേലറ എന്ന് പറഞ്ഞ കീർത്തനമുണ്ട്. ആ രാഗത്തിൽ വളരെ കുറച്ച് കീർത്തനങ്ങളേ ഉള്ളൂ. അപ്പോൾ ജയന്തശ്രീ ഒരു വിഭിന്നമായ പേരായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ സംഗീതത്തിൻ്റെ പേരുകൾ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അടുത്തത് എനിക്ക് മോനാണ് വന്നത്. അപ്പോൾ മോൻ്റെ പേര് നവരോജ് എന്നാണ്. അപ്പോൾ ഈ നവരോജ് എന്ന് പറഞ്ഞാൽ ഒരു രാഗമാണ്. എങ്കിൽ പോലും സ്വാതിരുന്നാളിനെ പാടി ഉറക്കിയിരുന്ന ഇരവിമൻ തമ്പി രചിച്ച ഒരു കൃതിയുണ്ട്, ഓമനത്തിങ്കളക്കിടാവോ. അത് ഈ ഒരു നവരോജ് രാഗത്തിലാണെന്നും പറയുന്നുണ്ട്, മറ്റ് പല രാഗത്തിലാണെന്നും വിഭിന്ന അഭിപ്രായമുണ്ട്. എങ്കിൽ പോലും നവരോജ് എന്ന് പറഞ്ഞ പഞ്ചമാന്തി രാഗമാണ്. ആ രാഗമാണ് എൻ്റെ മോൻ്റെ പേരിൽ ഇട്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ പേരുകളുടെ ഒരു ഉത്ഭവം. രണ്ടും രാഗങ്ങളുടെ പേരാണ്. ജീവനേ സമയം നമ്മൾ സന്തോഷ് സാറിൻ്റെയും ഫാമിലിയുടെയും വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. എല്ലാവിധ കലകളും ഒത്ത ഒരു സമ്പൂർണ്ണ കലാകുടുംബമാണ്, നമ്മളത് കണ്ടു കഴിഞ്ഞു. അപ്പം ഇനിയും നിങ്ങളുടെ മുന്നോട്ടുള്ള നിങ്ങളുടെ ഭാവിയിൽ ഒരുപാട് കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഇനിയും കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് മുന്നോട്ട് മെച്ചപ്പെടുത്താൻ സാധിക്കട്ടെ. പുതിയ പുതിയ വേദികൾ കിട്ടട്ടെ. ഒരുപാട് കലാജീവിതമായിട്ട് തന്നെ മുന്നോട്ട് ഉയരാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. അപ്പം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, അപ്പം കലാവിരുന്നിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി ഇനി വീണ്ടും കാണാം. നമസ്കാരം.